ഹായ്. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് കുറച്ച് ഓടിൻ്റെ പീസസ്സാണ്. ഓടിൻ്റെ പീസാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും ഇപ്പം അത് അറിയില്ല കേട്ടോ. എന്തായാലും നമ്മളൊരാവശ്യത്തിനായിട്ട് പോയി നോക്കി മേടിച്ചതാണേ. അത് നമുക്ക് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറക്കി വെക്കണം. ശരിക്കും കുറച്ച് താവൂക്ക് കട്ട മേടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും മോനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നോക്കി സെലക്ട് ചെയ്ത് എടുത്തതാണ്. ഇതെന്താവശ്യത്തിനാണെന്നുള്ളത് വഴിയെ പറയാവേ. കുറേ നാളായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന ഒരാഗ്രഹം സഫലമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വരുന്നതിന് മുന്നേ ഇവിടെ ചെത്തി വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ടേ. നമ്മുടെ വഴിയുടെ സൈഡിൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് പ്ലാന്റ് വെച്ച് കൊടുത്താലും കാടങ്ങ് കയറി വരികയും ചെയ്യും. പക്ഷെ നമ്മൾ വെക്കുന്ന പ്ലാന്റ്സ് അത്ര ഹെൽത്തി ആയിട്ട് വരാറില്ല. അതിനൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ മൊത്തം നമ്മുടെ കമ്മൽ ചെടി പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ അതെല്ലാം ഒന്ന് പിഴുത് മാറ്റി വെക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ വെട്ടിക്കൂട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി അങ്ങ് പോയേക്കാം. ഒരുപാട് കമ്മൽ ചെടിയുടെ തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടുന്നോ അന്ന് ഒരു തൈയാണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അവിടെ എല്ലാം നിറച്ചായിട്ടുണ്ട്. ഇതൊന്നും കളയുന്നില്ല. ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. കാരണം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ നട്ടു കൊടുക്കാം. രാവിലെ ഏകദേശം ഒരു 9:30 ആകുമ്പോഴാണ് ഞങ്ങൾ ഇതിനായിട്ട് ഇറങ്ങുന്നത്. പക്ഷെ നല്ല വെയിലാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയൊന്നും ഇല്ല. ഭയങ്കര വെയിലാണ്. ഒരു രക്ഷയും ഇല്ല. ഇക്ക തൂമ്പ കൊണ്ട് ചെത്തുമ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഞാനെന്നാൽ കൈ കൊണ്ട് പറിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ കൊണ്ട് പറിച്ചെടുക്കുകയാണേ. അങ്ങനെ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഈസി ആയിരുന്നേ. ഇടയ്ക്കൊക്കെ മഴയുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ മണ്ണ് ഉറച്ച് നിൽക്കുകയല്ല, നമുക്കത് പിഴുതെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇവിടെ ഒരു ബോർഡർ സെറ്റ് ചെയ്യണം. അതിനായിട്ട് തറയൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിനാണ് ഇതുപോലെ ഒരു കമ്പിയുടെ പീസ് എടുത്തിട്ട് വന്നിട്ട് ലെവൽ പിടിക്കുകയാണേ. അതിനുശേഷം വേണം ആ ലെവൽ പിടിച്ച ഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് വേണം നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന് വെച്ച ആ പാറയല്ലല്ലോ, അതെന്തായിരുന്നു, ഇനിയിപ്പോൾ എന്തെന്നാ പറയുന്നത് എനിക്ക് ശരിക്കും പിടികിട്ടണില്ല. ഓടിൻ്റെ പീസ് എന്ന് പറയല്ലേ. എന്തായാലും അതിനെ ഇവിടെ ഉറപ്പിച്ച് നിർത്താനായിട്ട് നമ്മുടെ ഈ വഴിയിൽ ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബോർഡറൊന്നും കൊടുക്കാതെ ഈ മണ്ണിലേക്ക് നമ്മൾ ഈ പ്ലാന്റ് വെക്കുമ്പോൾ മണ്ണിൽ അധികം ഫലപുഷ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പോച്ച നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. നമ്മൾ വെക്കുന്ന പ്ലാന്റ് അത്ര ഹെൽത്തി ആയിട്ട് വരാറില്ല. നമ്മുടെ ആ കമ്മൽ ചെടി ഇവിടെ ബോർഡറായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പ്രതീക്ഷിച്ച അത്രയും പൂക്കളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ബോർഡർ കൊടുക്കാതെ നമ്മൾ മണ്ണ് കൊണ്ടുവന്നിടുമ്പോൾ മഴയൊക്കെ പെയ്താൽ ആ മണ്ണങ്ങ് ഒലിച്ചു പോകും. അതുകൊണ്ടാണ് ബോർഡർ സെറ്റ് ചെയ്ത് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചതേ. ഇക്ക അവിടെ ബോർഡറൊക്കെ പിടിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വെറുതെ അവിടെ ഇരിക്കേണ്ട. എനിക്ക് ആ സമയത്ത് അവിടെ റോളൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ ഈ ഹെലിക്കോണിയ പ്ലാന്റ് ഒരുപാടങ്ങ് ആയിട്ടുണ്ട്. അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അത് പൊട്ടിക്കിളിർത്ത് നമ്മുടെ വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണേ. അപ്പോൾ കാറൊക്കെ ഇറങ്ങി പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണേ. ഇപ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇത് കൊണ്ടുവന്നത് എവിടെ നിന്നാണെന്നുള്ളതാണ്. എല്ലാ പ്ലാന്റിനും ഒരു കഥ പറയാനുണ്ടാവുമല്ലേ. നമ്മുടെ കൈകളിലേക്ക് എത്തിയ ഒരു കഥ. ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാവോ? ഇത് ഒരിക്കൽ ഈരാറ്റുപേട്ട പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുമ്പോഴേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിഴുതെടുത്തതാണ്. ഇതുപോലെ ഏതോ ഒരു വീട്ടിൻ്റെയോ അതോ കടയുടെയോ വഴിയോരത്ത് ബോർഡറായിട്ട് ഇങ്ങനെ നട്ട് വെച്ചേക്കായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് നിന്ന് പിഴുതെടുക്കാൻ അന്നേരം കുറച്ച് ബുദ്ധിമുട്ടി. കാരണം അത് റൂട്ട് മണ്ണിലേക്ക് ഇറങ്ങി സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ഞങ്ങൾ ഒരു 2 തൈ പിഴുതെടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനും നാത്തൂനും ഉണ്ടായിരുന്നേ. ഇപ്പോൾ എന്നിട്ട് ഇതേ അവരെ വേണ്ടാതെ കട്ട് ചെയ്ത് കളയാണല്ലേ. ഇക്ക അങ്ങനെ അവിടെ ആദ്യത്തെ ഓടിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു ലെവൽ ഇല്ലാതിരിക്കുന്നത് പോലെ തോന്നിയിട്ട് ഞാൻ ചെന്നതിനെ ലെവൽ ചെയ്തൊക്കെ വെക്കുമായിരുന്നേ. ഇനി നമ്മൾ ആ വരച്ചിട്ടേക്കുന്ന ലൈനിൽ കുഴിച്ച് ഇടണം. അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കുഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് തൂമ്പ വെച്ച് കിളച്ച് കുഴി എടുത്തിട്ടിട്ട് കാര്യമില്ല. ആ ഒരു അളവിൽ തന്നെ നമ്മൾ കുഴിച്ച് പോകണം. എങ്കിലേ നമുക്ക് ഈ പീസസ് അതിനകത്തേക്ക് ഇറക്കി നിർത്തി ഉറപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ.
ഇക്ക ഉളി വെച്ചിട്ട് ചുറ്റിയലിലും വെച്ച് പതുക്കെ തട്ടിയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പോഴെങ്ങും തീരില്ല. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കമ്പിപ്പാര എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പറ്റുന്ന രീതിയിൽ കുഴിച്ചിട്, അതിനുശേഷം നമുക്ക് ഇതുപോലെ ലെവലെടുത്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനത് കമ്പി എടുത്തിട്ട് പിന്നെ കുഴിക്കുന്നുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അത്ര നിസ്സാരമായിട്ടുള്ള പണി ആയിരുന്നില്ല കേട്ടോ. മാത്രമല്ല ആ സമയത്ത് അവിടെ നല്ല വെയിലായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മഴ വരുമ്പോൾ പറയും മഴ കാരണം ഒരു രക്ഷയില്ല, എൻ്റെ പണികളൊന്നും നടന്നില്ല എന്ന്. വെയിലാകുമ്പോൾ പറയും ഈ ചൂട് കാരണം ഒരു രക്ഷയില്ലെന്ന്. എന്നും മനുഷ്യരിങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലേ. ചൂടെടുത്തിട്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ ഷോളൊക്കെ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ടേ. ഞാൻ അവിടെ ഇളക്കിയിട്ട മണ്ണ് മാറ്റി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഈസി ആവുമല്ലോ പണി. ഒരാൾ തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്യാനിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, ഉളി വെച്ചിട്ട് ഉളിയും ചുറ്റിയലും വെച്ചിട്ട് കുഴിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് നോക്കുകയാണേ. അത് ചെയ്യാൻ നല്ല രസമാണ്, പക്ഷേ കുറച്ച് ടൈം എടുത്തേ പണി തീരുള്ളൂ കേട്ടോ. 15 പീസസാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 15 എണ്ണം വെക്കാനും ഇതുപോലെ കുഴിച്ചെടുക്കണം. ഒടുവിൽ അത് നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഇക്ക തൂമ്പ എടുത്തിട്ട് വന്ന് ഞാൻ ആ വരച്ചിട്ട കുഴിയെടുത്തിട്ട അവിടെ തന്നെ ഒന്നും കൂടി ഒന്ന് താത്ത് കുഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ പണി ഈസിയായി. ആ സമയത്ത് മോൻ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. ഞാനും കൂടി കൂടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ മോനും കൂടിയിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മുടെ ആ മെയിൻ ആളുണ്ടല്ലോ, നമ്മുടെ ഓടിൻ്റെ പീസ് എന്നാണ് ഞാൻ അവസാനം വരെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതെന്താണ് ശരിക്കുള്ള സാധനമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതിനെല്ലാം പറക്കി നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണേ. മോനും കൂടി അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്, പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനമല്ല. അങ്ങനെ നമ്മുടെ ടൈല് പോലെ തറയിലേക്ക് വീണാൽ അങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു സാധനമൊന്നും അല്ല. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, നല്ല ബലം ഉള്ളതാണേ. ഒരു സമയം ഒന്നിൽ കൂടുതൽ നമുക്ക് കയ്യിൽ എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഓരോന്ന് എടുത്തുകൊണ്ട് വരുന്നത്. മോൻ പകുതി കൊണ്ടുതരും, പിന്നെ ബാക്കി പകുതി ഞാൻ കൊണ്ടുപോകും. അങ്ങനെ ഷെയർ ചെയ്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൻ വന്നതുകൊണ്ട് എനിക്ക് ആ പണി കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ടായിരുന്നു. ഇനി ആളവിടെ നിന്ന് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് കൂടെ നിൽക്കട്ടെ. ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർക്കും വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അത്രയും ഭാഗത്ത് നമ്മൾ ടൈലിൻ്റെ പീസല്ല, ആ ഓടിൻ്റെ പീസ് വെച്ച് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനും അതുപോലെ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഒന്നും കൂടി ലെവൽ കിട്ടാനായിട്ട് ഒരു കയറ് ഇതുപോലെ വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇക്ക മോൻ ഒരു പണി കൊടുത്തു. 2 സൈഡിലും, അതായത് നമ്മൾ കുഴിച്ചിട്ട് ആ കുഴിക്കകത്തേക്ക് ഈ ടൈലിൻ്റെ പീസ് അല്ല, ഈ സാധനം ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. അതിന് മണ്ണിട്ട് ഉറപ്പിക്കുന്നതിന് മുന്നേ അതിനൊന്ന് ഒരു 2 കല്ല് അപ്പുറം ഇപ്പുറം വെച്ച് ലെവൽ ചെയ്യാൻ അവനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നേ. അതിനുശേഷം നമ്മൾ മണ്ണൊക്കെ ഇട്ട് അതിനെ ഉറപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ മണ്ണിടലാണ് ടാസ്ക്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് മണ്ണിടണമെങ്കിൽ ഒരുപാട് മണ്ണ് വേണം. അങ്ങനെ ഞങ്ങളുടെ ബുദ്ധിയിൽ തെളിഞ്ഞതാണ് അവിടെ ചെത്തിയിട്ടിരിക്കുന്ന പുല്ലിട്ടിട്ട് കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഒരു ബന്ധിത്തൈ നിൽക്കുന്നുണ്ടായിരുന്നു, അതിനെ ഞാൻ പിഴുത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് നട്ടു കൊടുക്കാം. നമ്മൾ രാവിലെ വെട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്ന ഹെലിക്കോണിയ പ്ലാന്റ് ഇപ്പോൾ ഏകദേശം വാടിയിട്ടുണ്ട്. അതും കൂടി അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ അതും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഇതുപോലെ പുല്ല് ചെത്തി ഇട്ടിട്ടുണ്ട്. അത് കരിഞ്ഞ് കിടക്കുകയാണ്. അവരത് കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് നശിപ്പിച്ച് കളയാനുള്ളതാണല്ലോ, നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ അപ്പുറത്തെ അയ്യത്ത് ഇറങ്ങിയിട്ട് ഇതുപോലെ ആ പോച്ച വാരി ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയായിരുന്നു. പിന്നീട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടിയൊക്കെ ഇടുമ്പോൾ അതങ്ങ് ജീർണിച്ചോളും. അത് നല്ലൊരു വളവുമാണല്ലോ. ഇനി അതിൻ്റെ മുകളിലിടാനായിട്ട് കുറച്ച് മണ്ണ് എന്തായാലും വേണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് തൂമ്പയും അതുപോലെ മണ്ണ് കോരാനായിട്ട് ഒരു പാത്രം എനിക്ക് തന്നു. എന്നിട്ട് അവിടെ നിന്ന് തന്നെ കുറച്ച് മണ്ണ് എടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാനത് വെട്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഉണങ്ങി കിടക്കുകയാണ്. മാത്രമല്ല മൊത്തം കല്ലുകളൊക്കെയാണ്. അതുകൊണ്ട് മണ്ണെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഒരു വട്ടം മാത്രമേ അവിടെ നിന്ന് കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.
ആ സമയത്ത് മോൻ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങുന്ന കണ്ടിട്ട് അവനും അതുവഴി എൻ്റെ പിറകെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു പാത്രം മണ്ണ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് നടക്കുന്ന കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഇനി വേറെ എന്തെങ്കിലും സൊല്യൂഷൻ നോക്കേണ്ടി വരുവേ. മോൻ ആ സമയത്ത് അപ്പുറത്ത് വെട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്ന ആ പുല്ല് മൊത്തം എടുത്ത് നമ്മുടെ റോഡിലേക്ക് ഇടുന്നുണ്ടായിരുന്നു. അവന് പിന്നെ അതൊരു കളിയായിട്ട് മാറിയിട്ടുണ്ടേ. ഓരോ കാര്യവും നമ്മൾ കാണുമ്പോൾ ഇത് എത്ര സിമ്പിളാണെന്ന് ചിന്തിക്കുമല്ലേ, പക്ഷെ അത് ചെയ്ത് നോക്കുമ്പോഴേ അതിൻ്റെ പിന്നിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നും അത്രയ്ക്ക് നിസ്സാരമല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ മണ്ണെടുക്കൽ നിർത്തിയിട്ട് ഞാനത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്കത് നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് കരിയില കമ്പോസ്റ്റും അതുപോലെ പച്ചക്കറി വേസ്റ്റും ഒക്കെ ഒരു ചാക്കിലിട്ട് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കൈയും കൂടി പോയി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എന്തായാലും നമുക്ക് ആ കുഴി ഫില്ല് ചെയ്തേ നിവർത്തിയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്ലാന്റ്സ് നടണം എന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തെങ്കിലേ കാര്യം നടക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്തായാലും അത് നല്ലൊരു വളം കൂടിയാണല്ലോ അല്ലേ. അതിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ വേസ്റ്റൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലായത്. കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അത് ഫില്ല് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുറച്ച് മണ്ണോ അല്ലെങ്കിൽ റൂട്ട് ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്ന പ്ലാന്റ് അല്ല ഞാൻ ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത്. ഏത് പ്ലാന്റ് ആണെന്നൊക്കെ വഴിയെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഇതിനെ ഇനിയും ഷോർട്ടാക്കാൻ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതുവരെ വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത കൂട്ടുകാർക്കെല്ലാം ഒത്തിരി താങ്ക്സ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണമല്ലോ. നമ്മുടെ സ്വന്തം അയ്യത്തുനിന്ന് തന്നെ കുറച്ച് മണ്ണ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ആദ്യം മോൻ്റെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. അതിനുശേഷം ഇക്ക തന്നെ പോയി കുറേ മണ്ണ് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനും മോനും കൂടെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇത്രയും വെയിറ്റ് നിന്നെ കൊണ്ട് പറ്റില്ല, അത് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ മോൻ കേൾക്കാറില്ല കേട്ടോ. എനിക്ക് പറ്റും, ഞാനൊക്കെ നല്ല ശക്തിയാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പിന്നെ അവനും അങ്ങ് ചെയ്യട്ടെ അല്ലേ. അവന് മണ്ണ് കൊണ്ടുവരാനായിട്ട് എവിടുന്നോ ഒരു ചെറിയ മുറം തപ്പി എടുത്തിട്ടുണ്ടേ. എന്നിട്ട് മണ്ണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഇത് എവിടെ ഇടണമെന്ന് ചോദിക്കാനായിട്ട്. രാവിലെ 9:30 തുടങ്ങിയ പണിയാണ്. ഇപ്പം ഏകദേശം 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. എന്നിട്ടും നമ്മുടെ പണികൾ തീർന്നിട്ടില്ല. അവനോട് തന്നെ ഞാൻ പറയായിരുന്നു മോൻ തന്നെ അങ്ങ് ഇട്ടോ, പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത്. അവന് പേടിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഞാൻ ചിലപ്പോൾ വഴക്ക് പറഞ്ഞാലോ അവിടെ ഇട്ടത് എന്തിനാന്നൊക്കെ ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് വെയിറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ മണ്ണ് ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നടേണ്ട പ്ലാന്റ് ഏതാണെന്ന് കണ്ടാലോ. നമ്മൾ സീഡൊക്കെ പാകി വെച്ചിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ കോറിയോപ്സിസിൻ്റെ പ്ലാന്റ് ആണേ. ഇപ്പോൾ ഏകദേശം ഒരു 1 മന്ത് മുന്നേ, 1 മന്തല്ല ഏകദേശം 2 മന്ത്സ് ആയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ സീഡൊക്കെ പാകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ജെർമിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കോറിയോപ്സിസ് എല്ലാം ജെർമിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അന്ന് നമ്മൾ പാകിയിട്ടുണ്ടായിരുന്ന സീനിയയും കോറിയോപ്സിസും ഒക്കെ ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മാരിഗോൾഡ് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഈ കോറിയോപ്സിസിൻ്റെ പ്ലാന്റ് നമുക്ക് ഇതിനകത്തേക്ക് നട്ടു കൊടുക്കാം. ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചാക്ക് കട്ട് ചെയ്തിട്ടിട്ട് അതിനകത്ത് പ്ലാന്റ് നട്ടു കൊടുക്കാമെന്നാണേ. അപ്പോൾ പുല്ല് കിളിക്കുന്നത് നമുക്ക് കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു സാരമില്ല, നമുക്ക് ആ ചാക്ക് അങ്ങ് ഒഴിവാക്കാം. പിടിച്ചു വരുന്ന പുല്ല് ഇതിൻ്റെ ഉള്ളിലല്ലേ കാണുള്ളൂ, അത് നമുക്ക് അന്നേരം തന്നെ അങ്ങ് പറിച്ച് ഒഴിവാക്കിയാലും മതിയെന്ന്. അങ്ങനെ പ്ലാന്റ് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ്. അതും കുറച്ച് ടാസ്ക്കാണ്, ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇനി അവരുടെ രണ്ടുപേരുടെയും പണി കഴിഞ്ഞു, ഇനി ഉമ്മാടെ പണിയെന്നാണ് അവൻ പറയുന്നത്. ഞാൻ പറയായിരുന്നു നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യും, ഇത്രയും സമയം നമ്മൾ 3 പേരും കൂടി അല്ലേ ചെയ്തത്, ഞാൻ നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്തില്ലെന്നൊക്കെ ഞാൻ അവരെ സോപ്പിടുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് പതിയെ സൂക്ഷ്മമായിട്ട് വേണം അതിനകത്ത് നിന്ന് ഇതിനെ ഇളക്കിയെടുത്ത് ഇതിലേക്ക് നട്ട് കൊടുക്കാനായിട്ട്. ഇത്രയും ദിവസം ഷെയ്ഡിലാണ് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അധികം ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് മാറ്റി നട്ട് പതിയെ സൺലൈറ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും.
ഏകദേശം ആ ഓട് പീസ് വെച്ച പകുതിയോടുകൂടി നമ്മുടെ കോറിയോപ്സിസിൻ്റെ പ്ലാന്റ് എല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ പിഴുത് വെച്ച നമ്മുടെ കമ്മൽ ചെടി ഉണ്ടല്ലോ, അതുകൂടി നട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് വന്ന് അതും നട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ചിരുന്നാൽ പെട്ടെന്ന് ഇത്രയും അധികം സൺലൈറ്റ് ആയി കഴിയുമ്പോൾ പ്ലാന്റ് അതിനെ ഓവർകം ചെയ്തെന്ന് വരില്ല. അപ്പോൾ അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ നെറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 ദിവസം കഴിഞ്ഞ് പതിയെ നമുക്കിവരെ സൺലൈറ്റിലേക്ക് കൊണ്ടുവരാം. ഷെയ്ഡിലിരുന്ന പ്ലാന്റിനെ പെട്ടെന്ന് ഫുൾ സൺലൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി ഇത് പൂക്കളാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ.